ബിഗ് ബോസ് മലയാളം സീസൺ 7 ലൈവ് റെക്കോർഡിംഗ് അപ്ഡേറ്റ്സിലേക്ക് പോകാം. ലൈവിൽ കുറഞ്ഞതിന് മുമ്പ് നടന്ന ആ ഒരു ജയിൽ നോമിനേഷന്റെ ഭാഗമായിട്ട് ആദ്യം മുന്നോട്ട് വന്നതെന്ന് സംസാരിച്ചത് ഷാനവാസ് ആണ്. ഷാനവാസ് അനീഷിനെ നോമിനേറ്റ് ചെയ്ത റീസൺ ഉണ്ടല്ലോ, വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു റീസൺ ആണ്. എനിക്ക് കേട്ടപ്പോൾ ചിരി വന്നു. അത് മെയിൻ ആയിട്ടുള്ള ഒരു റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അനീഷ് പറഞ്ഞിരുന്നു അത്ര ഗസ്റ്റുകൾ വരുന്ന സമയത്ത് മാന്യമായിട്ട് പെരുമാറണം, മാന്യമായിട്ട് അവരെ ട്രീറ്റ് ചെയ്യണം അങ്ങനെ എന്തോ പറഞ്ഞിരുന്നു. അപ്പൊ അങ്ങനെ പറഞ്ഞ അതേ അനീഷ് തന്നെ സാബുവിനെ ട്രിഗർ ചെയ്യുന്ന രീതിയിൽ സംസാരിച്ചു. ആ ഒരു കാര്യം അനീഷ് പറഞ്ഞത് അന്ന് റിയാസ് വന്ന സമയത്ത് ഷാനവാസുമായിട്ട് ഫൈറ്റ് ഉണ്ടായല്ലോ. അത് കഴിഞ്ഞിട്ട് അനീഷ് പറഞ്ഞൊരു കാര്യമാണ്. അതെടുത്തിട്ട് നോമിനേറ്റ് ചെയ്ത് അനീഷ് എന്തോ മോശമായിട്ട് ഗസ്റ്റിനോട് പെരുമാറി എന്നുള്ള രീതിയിലാക്കി വളച്ചൊടിച്ച് പ്രേക്ഷകരിലേക്ക് അങ്ങ് എത്തിച്ചു. തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ അനീഷിനെ പറ്റി 100 തവണ വാതോരാതെ പറയുന്ന ഈ ഷാനവാസ് തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലാണ് ഈ ജയിൽ നോമിനേഷന്റെ സമയത്ത് സംസാരിച്ചത്. അത് ആ ഒരു വിഷയത്തില് അന്ന് റിയാസും ഷാനവാസും തമ്മിലുണ്ടായ ആ ഒരു വിഷയത്തില് ഏറ്റവും കൂടുതൽ ഷാനവാസിനെ സപ്പോർട്ട് ചെയ്ത് നിന്നത് അനീഷാണെന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും, നിസ്സംശയം പറയാനായിട്ട് പറ്റും. ആ അനീഷിനെ തന്നെ ഇങ്ങനെ കാലി വാരിയുള്ള ഗെയിം ഇപ്പൊ കളിച്ചിരിക്കുകയാണ് ഷാനവാസ്. ഓക്കെ, അത് ഗെയിമാണ്, എന്തോ ആയിക്കോട്ടെ, പ്രേക്ഷകർക്ക് അത് എങ്ങനെ നോക്കി കാണുന്നത് അങ്ങനെ നോക്കി കണ്ടോളൂ. ഇത് കഴിഞ്ഞിട്ട് പിന്നെ ലക്ഷ്മിയുടെ പേര് പറഞ്ഞത്, ലക്ഷ്മിയുടെ റീസൺ എന്ന് പറഞ്ഞാൽ അതില് സില്ലി ആയിട്ടുള്ള റീസൺ. ലക്ഷ്മിയുടെ പേര് പറഞ്ഞ് ഷാനവാസ് പറഞ്ഞ റീസൺ അത്രയും സില്ലി ആയിട്ടുള്ളൊരു റീസൺ ആണ് പറഞ്ഞത്. ഇങ്ങനെയൊക്കെ റീസൺ പറയും, ഒരു റീസൺ വെറുതെ ഉണ്ടാക്കി പറയാണ്. ലക്ഷ്മിയുടെ പേര് പറയണമല്ലോ എന്ന് ഓർത്തോണ്ട് ഒരു റീസൺ അങ്ങ് പറയുകയാണ്. എന്താണ്, നെവിൻ ചെയ്തപ്പോ ഹൈജീൻ ഇഷ്യൂ അല്ലായിരുന്നു, ഞാൻ ചെയ്തപ്പോ മാത്രം ഹൈജീൻ ഇഷ്യൂ ആയിരുന്നു, അങ്ങനെ എന്തോ പറയുന്നുണ്ട്. ഉപ്പ് കോരി ഇടുമ്പോ ഹൈജീൻ പ്രശ്നം അല്ലേന്നോ അങ്ങനെ എന്തോ പറഞ്ഞിട്ട് ഷാനവാസ് റീസൺ ഉണ്ടാക്കി പറയുവാണ്. അപ്പൊ ഇതാണ്, പലർക്കും ഇതൊക്കെ ഡീഗ്രേഡിങ് ആയിട്ടൊക്കെ തോന്നിയേക്കാം. പക്ഷെ പറയുന്ന കാര്യത്തിന് എന്തെങ്കിലും ഒരു മിനിമം ഒരു സെൻസ് വേണ്ടേ? ഒരു സെൻസ് ഉപയോഗിച്ചിട്ട് വേണ്ട സംസാരിക്കാനായിട്ട്. അനീഷിനെ പറ്റി പറഞ്ഞ റീസണും കണക്കായിരുന്നു, ലക്ഷ്മിയെ പറ്റി പറഞ്ഞ റീസണും കണക്കായിരുന്നു. രണ്ടും ഒരു വാലിഡ് ആയിട്ടുള്ള ഒരു കാര്യങ്ങളെ അല്ല. ഇന്ന് വ്യക്തിപരത്തിന്റെ പുറത്തങ്ങ് പറഞ്ഞിരിക്കുകയാണ്, രണ്ടുപേരെ ജയിലിലേക്ക് വിടണമല്ലോ, ഇവരെ അങ്ങ് വിട്ടേക്കാം എന്ന് പറഞ്ഞേക്കുവാണ്. അവിടെ ഒട്ടുമിക്ക എല്ലാവരും പറഞ്ഞ ഈ രീതിയിലുള്ള റീസൺസ് തന്നെയാണ് കേട്ടോ, വളരെ ബാലിഷ്യമായിട്ടുള്ള റീസൺസ് ആണ് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ജയിലിലേക്ക് വിടാൻ നേരത്ത് ഇവരാരും തന്നെ ജയിലിന്റെ പരിസരത്തോട്ടേ പോയിട്ടില്ലായിരുന്നു. ഇത് റെക്കോർഡിംഗ് കണ്ടിട്ട് ഞാൻ ഷോക്കായിപ്പോയി. ഞാൻ ഓർത്ത് 2-3 പേരെങ്കിലും പോകുന്നോർത്ത്. ആരും പോകുന്നില്ല കേട്ടോ, ആരും പോകുന്നില്ല. കൂടുതൽ ലൈവ് അപ്ഡേറ്റുകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.